ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രിയോസസ് കോർണർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഗൺ പൗഡർ റെസിപ്പിയാണ്. ഗൺ പൗഡർ എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഗൺ പൗഡർ, അതായത് ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇഡ്ഡലി ദോശപ്പൊടിയാണിത്. സാധാരണ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, പിന്നെ അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലൊക്കെ ഇത് എപ്പോഴും ഇഡ്ഡലി ദോശയ്ക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ ഈ ഒരു പൊടിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അത് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഇനി അതേ പാനിൽ തന്നെ 1/2 കപ്പ് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ബ്രൗൺ കളറൊന്നും ആവണ്ട. അത് നല്ലൊരു ക്രിസ്പിയായി തോന്നുന്ന സമയത്ത് നമ്മൾ ആ സെയിം പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുക. പിന്നെ ഞാനിതിൽ ബസ്മതി റൈസ് ഒരു 1/3 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വരും. അതിട്ട് കൊടുത്ത് അത് നന്നായി വറുത്തെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് പരിപ്പാണ്. 1/4 കപ്പ് പരിപ്പ്. ഞാൻ മസൂർ ദാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ പൊട്ടുകടല 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് അത് നന്നായി വറുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ കുരുമുളക്, സാദാ കുരുമുളക്, കറുത്ത കുരുമുളകുണ്ടല്ലേ, അത് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. നമ്മൾ പൊടിയൊന്നും യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ, നല്ലത്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വെളുത്ത എള്ളാണ്. 1/2 കപ്പ് എള്ള് ചേർത്ത് കൊടുക്കുക. അതും ഇളക്കി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും ഇളക്കി നമ്മൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തണുക്കാൻ വെക്കുക. ഇനി 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പിടും. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് ചേർത്തിട്ട് വേണം ഇതെല്ലാം തണുക്കട്ടെ ആ സമയം കൊണ്ട് കേട്ടോ. ഇനി ആ ഉപ്പും ചേർത്ത് കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് വറ്റൽ മുളകൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായി ആ പുകഞ്ഞ് വരില്ല. പിന്നെ അതുപോലെ നമ്മൾ മുളകൊക്കെ വറുക്കുമ്പോൾ അടുത്തൊന്നും നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ചുമയൊക്കെ ആയിരിക്കും. അതൊക്കെ ഒഴിവാക്കാനാണ് ഈ എണ്ണയിൽ ഉപ്പിട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ തണുത്ത ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഇനി നമ്മൾ ആ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ചെയ്തതിൽ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത്, അത് ഓൾറെഡി ചൂടുണ്ട്. അപ്പോൾ ആ ചൂടുള്ള പരിപ്പും എല്ലാം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഉലുവ വറുക്കണ്ട, കയ്പ്പ് വരും, അത് കാരണമാണ് വറുക്കാത്തത്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര 1 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നമ്മളൊന്ന് പൊടിച്ചെടുക്കണം. നന്നായി പൊടിയരുത്, ഒരു ചെറിയ തരിതരിപ്പോട് വേണം നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മുളകാണ്. വറുത്ത് വെച്ച മുളക് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. സെയിം മിക്സി ജാർ കഴുകൊന്നും വേണ്ട, അതിൽ തന്നെ പൊടിച്ചെടുക്കാം. അപ്പോൾ മുളകും റെഡിയായി. ഇനി ഇതിൽ ഒന്നെല്ലാം കൂടി മിക്സ് ആവാൻ വേണ്ടി ആ പൊടിയിൽ നിന്ന് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട ശേഷം ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി എല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ളതും ഈ മുളക് കൂട്ടിയിട്ടുള്ള പൊടികളും നന്നായി സ്പൂൺ കൊണ്ട് ഇളക്കണം. അത് ഇളക്കാൻ കുറേ നേരം പിടിക്കും. അതിന് വേണ്ടി ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് ഒന്ന് ഇളക്കി എടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ആയി കിട്ടും. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ ഈ ഒരു ചാനലിൽ വേറെയും വീഡിയോസ് ഉണ്ട്, ജസ്റ്റൊക്കെ ഒന്ന് പോയി കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാണോ എന്നൊന്ന് നോക്കുക കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഈ ഗൺ പൗഡർ കഴിക്കുക എന്ന് വെച്ചാൽ, ഈ ഒരു പൊടി എടുത്ത്, മിക്കവർക്കും അറിയുന്നുണ്ടാവും, ഇതിൽ നമുക്കൊന്നുമില്ലെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ നല്ലെണ്ണ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇത് ചാലിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള പൊടി എടുത്ത് ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ഒക്കെ പറ്റും. അതിലേക്ക് പൊടി എടുത്ത ശേഷം നമ്മൾ സ്പൂൺ കൊണ്ടൊന്നല്ല കേട്ടോ അത് ചെയ്യുക. നമ്മളിങ്ങനെ നടുവിൽ, ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പറയും കിണർ കുഴിക്കുക എന്ന് പറയും വീട്ടിൽ ഇതിങ്ങനെ തരുമ്പോൾ. എന്നിട്ട് ആ ഒരു സെൻറ്റർ പാർട്ടിലാണ് നമ്മൾ എണ്ണയോ നെയ്യോ വെളിച്ചെണ്ണ, എന്താ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ നല്ലെണ്ണ, അല്ലെങ്കിൽ നെയ്യ്, ഇത് 3ഉം നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ലേശം നെയ്യാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. അത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. ഇത് ചപ്പാത്തിയിൽക്കും പോലും എൻ്റെ ചെറിയ മോൾക്ക് വേണം, ഭയങ്കര ഇഷ്ടം അവൾക്ക്. അതേപോലെ തന്നെ
ദോശ, ഞാനിപ്പോൾ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിലേക്കാണ് കഴിക്കുന്നത്. സാധാ ദോശയ്ക്കും ഗോതമ്പ് ദോശയ്ക്കും പിന്നെ ഇഡ്ഡലിക്കൊക്കെ പറ്റും. അതുപോലെ എണ്ണ ഇനി കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ചട്നി, നമ്മൾ സാധാ തേങ്ങാ ചട്നി ഇല്ലേ, അതിലേക്കും ഈ പൊടി ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം. ഇതതുപോലെ 1 മാസത്തോളമൊക്കെ കുപ്പിയിലാക്കി വെച്ച ഒരു കേടും ഉണ്ടാവില്ല. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല. വെള്ളമില്ലാത്ത പാത്രത്തിലാക്കി വെച്ചാൽ മതി, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇത് പെട്ടെന്ന് നമുക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.